നമസ്കാരം. യുഎസിൽ കുടിയേറ്റ നിയമങ്ങൾ കർശനമാണെന്ന് നമുക്കറിയാം. യുഎസ് ഓരോ നിമിഷവും രാജ്യത്തെ നിയമങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിയമം കൂടുതലായും ബാധിക്കുന്നത് കുടിയേറ്റക്കാരെയാണ്. അവർ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക് വരെ അവരെ നാടുകടത്തുകയോ അവരുടെ വിസകൾ റദ്ദു ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ യുഎസിൽ വ്യാപകമായി നടക്കുന്നത്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും നാടുകടത്തുന്നതും വിസ റദ്ദാക്കുന്നതും അംഗീകരിക്കാൻ പാടാണ്. അത്തരത്തിൽ ഒരു സംശയത്തിന്റെ പേരിൽ യുഎസിലെ അർക്കൻസാസിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ കപിൽ രഘുവിന്റെ വിസ റദ്ദു ചെയ്തതും നാടുകടത്തൽ നേരിടുന്നതിന്റെ വക്കിലെത്തിയിരിക്കുന്നതുമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുഎസ് ഗവൺമെന്റ് മെയ് മാസത്തിൽ അദ്ദേഹത്തിന്റെ ഡിസൈനർ പെർഫ്യൂം നിയമവിരുദ്ധ മയക്കുമരുന്നാണെന്ന് കരുതി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഒപ്പിയം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പെർഫ്യൂം കുപ്പിയാണ് യുഎസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ മയക്കുമരുന്നെന്ന് തെറ്റിദ്ധരിച്ചത്. ഇപ്പോൾ നാടുകടത്തലിന്റെ വക്കിലാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. യുഎസിൽ പെർഫ്യൂം ഉപയോഗിക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്ന സംശയം ഇപ്പോൾ നമ്മൾക്ക് പലർക്കും ഉണ്ടായേക്കാം. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി ഒന്ന് നോക്കാം. ഒരു അമേരിക്കൻ പൗരനെ വിവാഹം കഴിച്ച് യുഎസിൽ തന്നെ സ്ഥിരതാമസമാക്കുന്നതിന്റെ ഇടയിലാണ് രഘുവിനെ ഗതാഗത നിയമ ലംഘനത്തിന്റെ പേരിൽ മെയ് 3 പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കാറിൽ ഒപ്പിയം എന്ന ലേബലുള്ള പെർഫ്യൂം കുപ്പിയും പോലീസ് കണ്ടെത്തി. ഈ കുപ്പിയിൽ നിയമവിരുദ്ധ മയക്കുമരുന്ന് അടങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ ഇത് മയക്കുമരുന്നല്ല, പെർഫ്യൂം ആണെന്നും ഒപ്പിയം എന്നത് സുഗന്ധദ്രവ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും രഘു വാദിച്ചെങ്കിലും പോലീസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടില്ല. പിന്നീട് മയക്കുമരുന്ന് കൈവശം വെച്ചുവെന്ന സംശയത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോലീസ് രഘുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് രഘു സ്ഥലത്ത് ഭക്ഷണ വിതരണം നടത്തുകയായിരുന്നു. എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടാണ് സ്ഥലത്ത് നിന്നത്. പെട്ടെന്നായിരുന്നു പോലീസ് വന്നതും പരിശോധന നടത്തിയതുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ കുപ്പിയിൽ ഒപ്പിയമല്ല പെർഫ്യൂം ആണെന്ന് കണ്ടെത്തി. 3 ദിവസം രഘു കൗണ്ടി ജയിലിൽ കഴിയേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വിസ കാലഹരണപ്പെട്ടുപോയി എന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. പിന്നീട് ICE അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ലൂസിയാനിലെ ഒരു ഫെഡറൽ ഇമിഗ്രേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റി. അവിടെയും അദ്ദേഹത്തെ 30 ദിവസം തടങ്കലിൽ വെച്ചുവെന്ന് അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു. മെയ് 20 യുഎസ് ജില്ലാ കോടതി രഘുവിന്റെ പേരിലുള്ള മയക്കുമരുന്ന് കുറ്റം ഒഴിവാക്കിയെങ്കിലും ICE തടങ്കലിൽ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കേണ്ടുന്ന പൗരത്വത്തെ പ്രതികൂലമായി ബാധിച്ചു. കൂടാതെ അദ്ദേഹത്തിന്റെ തൊഴിൽ വിസയും റദ്ദാക്കി. കോടതി രഘുവിനെ നിരപരാധി എന്ന് പറഞ്ഞ് വിട്ടയച്ചെങ്കിലും ഇപ്പോഴും അദ്ദേഹം നാടുകടത്തൽ ഭീഷണി നേരിടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഏത് ചെറിയ കുറ്റകൃത്യമായാലും മന്ത്രാലയത്തിന് ഉടനടി നാടുകടത്താനുള്ള അനുവാദമുണ്ട്. കൂടാതെ ഇപ്പോഴുള്ള ഈ സാഹചര്യം രഘുവിനെ ജോലി ചെയ്യുന്നതിൽ നിന്നും പണം സമ്പാദിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. ഇതും അവരുടെ ജീവിതത്തെ നാശകരമായി ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിസ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് രഘു ICEക്ക് അയച്ച കത്തിൽ പറയുന്നത് തന്റെ മുൻ അഭിഭാഷകൻ കൃത്യസമയത്ത് രേഖകൾ ഹാജരാക്കാത്തത് കൊണ്ടാണ് തനിക്ക് വിസ നഷ്ടപ്പെട്ടതെന്നും വർദ്ധിച്ചു വരുന്ന നിയമ ഫീസുകളും കുടുംബത്തിലേക്ക് ചെലവാക്കാൻ പണമില്ലാത്തതും തന്നെയും കുടുംബത്തെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നും ഇപ്പോൾ വീട്ടിലെ ചെലവും സാമ്പത്തിക ബാധ്യതയും നോക്കുന്നത് എന്റെ പാർട്ട്ണറാണെന്നും അദ്ദേഹം കത്തിൽ എഴുതി. തന്റെ അവസ്ഥ വിശദീകരിച്ച് കത്തയച്ചതുകൊണ്ട് ഔദ്യോഗിക നിയമമാർഗങ്ങളിലൂടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് രഘു പറയുന്നത്. എന്നാൽ മന്ത്രാലയത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ യുഎസിൽ താമസിക്കുന്ന ജനങ്ങൾ പെർഫ്യൂമോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ പുറത്തു കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം. അതിലെഴുതിയിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ വായിക്കുകയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതെന്ന് തോന്നിയാൽ നിങ്ങൾ കൊണ്ടുപോവാതിരിക്കുകയും ചെയ്യണം. കാരണം യുഎസിൽ നിയമം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ തെറ്റാണെങ്കിൽ പോലും നിങ്ങളെ അവർ നാടുകടത്തും.